ഇതുവരെ അടിച്ചു പിരിയാത്ത നടീനടന്മാരെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. നോക്കാം ആരൊക്കെയാണ് തമ്മിൽ തള്ളി പിരിയാത്തതെന്ന്. അതിലാദ്യമായിട്ട് വരുന്നത് ജയറാമും പാർവതിയാണ്. ഇവർ തമ്മിൽ ആ വിവാഹം കഴിച്ചിട്ട് ഇതുവരെയും പിരിഞ്ഞിട്ടില്ല, പിരിയായിരിക്കട്ടെ. അടുത്തത് വിജയമേനോനും സംയുക്ത വർമ്മയാണ്. ഇവരും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്തയാൾ നമ്മുടെ ഷാജുവും ചാന്ദിനിയാണ്. ചാന്ദിനി സീരിയലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കത്തിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നത്. ഇദ്ദേഹം ഒരു ചെറിയ നടനായിരുന്നു ആ സമയത്തൊക്കെ. ഇപ്പോൾ ഒരുപാട് ചിത്രങ്ങളൊക്കെ ഇദ്ദേഹത്തെ കാണാം. ഇദ്ദേഹവും ചാന്ദിനിയും അങ്ങനെ അടിച്ചു പിരിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഉള്ളത് നമ്മുടെ മേനകയും സുരേഷ് കുമാറുമാണ്. അദ്ദേഹം നിർമ്മാതാവായിരുന്നു. ഇപ്പോൾ ചെറിയ പടങ്ങളിലൊക്കെ, ചെറിയല്ല വലിയ പടങ്ങളിലൊക്കെ മന്ത്രിയായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട്. മന്ത്രിയായിട്ട് മാത്രമല്ല, രാഷ്ട്രീയക്കാരനായിട്ട് കുറേ റോളുകൾ അത് ചെയ്യുന്നുണ്ട്. കീർത്തി സുരേഷിൻ്റെ അച്ഛനാണ്, അമ്മയാണിവർ ഒക്കെ. അടുത്തായിട്ട് സൂര്യ ജ്യോതികയാണ്. ഇവർ അടിച്ചു പിരിയുന്നതായിട്ടൊക്കെ ഒരു വാർത്ത വന്നിരുന്നു കേട്ടോ. ജ്യോതിക വീട്ടിൽ ശിവകുമാറുമായിട്ട് പിണങ്ങി മുംബൈക്ക് പോയെന്നൊക്കെ പറഞ്ഞൊരു വാർത്ത വന്നിരുന്നു. അങ്ങോട്ട് പിന്നെ സൂര്യൻ പോയി. ഇവരും പിരിയാതിരിക്കട്ടെ. അടുത്തയാൾ നമ്മുടെ കലാഭവൻ ഷാജോണും ഡെനി ജോണുമാണ്. ഇവരൊരു നടിയാണ്. ഒരു ദിലീപിൻ്റെ സൂത്രധാരൻ എന്ന സിനിമയിൽ ദിലീപിൻ്റെ പെങ്ങളായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരും അങ്ങനെ പിരിഞ്ഞിട്ടൊന്നുമില്ല, പിരിയാതിരിക്കട്ടെ. കേൾക്കുമ്പോൾ ആൾക്കാരെന്നെ ചിലപ്പോൾ തെറി വിളിക്കും. അടുത്ത കുടുംബം നമ്മുടെ അജിത് കുമാറും ശാലിനിയാണ്. ഇവർ തമ്മിലും അങ്ങനെ അടിച്ചു പിരിഞ്ഞോ, അങ്ങനെ ഗോസിപ്പുകളോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് വലിയൊരു കാര്യമാണ് കേട്ടോ. ഒരു ഗോസിപ്പുകളിൽ ചെന്ന് പെടാതെ ഒക്കെ ഇരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇവരും സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അടുത്തത് ദിലീപും കാവ്യമാധവനാണ്. ഇവർ തമ്മിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ്. ഇവരും സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. മഹാലക്ഷ്മി എന്ന ഒരു മകളും ഇവർക്ക് ഉണ്ട്. ദിലീപിൻ്റെ ഒരു പുതിയ ചിത്രം ഉടനെ റിലീസാകാൻ പോവുകയാണ്, പ്രിൻസ് എന്ന സിനിമ. അടുത്തത് വിനുമോഹനും വിദ്യാമോഹനുമാണ്. ഇവരും അങ്ങനെ അടിച്ചു പിരിയാത്ത ഒരു എന്താ പറയുക ദമ്പതിമാരാണ്, കുടുംബമാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.